ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണിത്. മെയിൻ റോഡ് ഇതേ കാണുന്ന കടയുണ്ട്, പലചരക്കട ബേക്കറിയൊക്കെ കൂടി കൂടിയുള്ളൊരു കട. ഇതേ ഈ കാണുന്ന ഈ നേരെ കാണുന്ന വീടാണ്. 12 സെൻറ്റ് സ്ഥലവും 3 ബെഡ്റൂമുള്ളൊരു വീടാണ്. സാധാരണ ഒരു ഫാമിലിക്ക് വേണ്ടി ചെറിയ ബഡ്ജറ്റിലുള്ളൊരു വീടാണ്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. കണ്ടോ, മുറ്റമൊക്കെ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ചെറിയൊരു ബഡ്ജറ്റേ ഉള്ളൂ കേട്ടോ. കാരണം ഈ ഒരു കണ്ടില്ലേ, ഒറ്റ നില വീടാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട്, ചെറിയൊരു ബഡ്ജറ്റിൽ. അല്ലാണ്ട് ഇത് വലിയ ഹെവി വീടൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിനുള്ളൊരു വീടാണിത്. 12 സെൻറ്റ് സ്ഥലമുണ്ട്. അത്യാവശ്യം കൃഷി ചെയ്യാനും പിടിക്കാനൊക്കെ എല്ലാത്തിനും സ്ഥലമുണ്ട്. അതേ കാർ പോർച്ച് ഉണ്ട്. മുറ്റത്താണെങ്കിൽ ഒരു 3-4 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. കാരണം ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കണോട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ്. കണ്ടതേ ചെടികളും കാര്യങ്ങളൊക്കെ അട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മുറ്റത്താണെങ്കിൽ വറ്റാത്തൊരു കിണറുണ്ട്. അത്യാവശ്യം ഇതേ പ്ലാവ് മാവ് അങ്ങനെയുള്ള മരങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്. ഇവിടെയൊക്കെ കൃഷി ചെയ്യാനൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഇനി പുറകോശമൊക്കെ ഞാൻ അകത്തേക്കൂടെ കയറിച്ചിട്ട് ബാക്ക് കാണിച്ചിട്ട് തെങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതേ സിറ്റ് ഔട്ട്. ചെറുതാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. നല്ല സൗകര്യമുള്ളൊരു വീട്. നിങ്ങൾ കയറി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചേക്കുന്നൊരു വീട്. ഇപ്പം നിങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോൾ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കിയാണെങ്കിൽ വീട് വേറെ ലെവലാണ്. ഇതാണ് ഈ വീടിൻ്റെ ഹാള് വരുന്നത്. അത്യാവശ്യം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലൊക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങളത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ ഈ വീഡിയോ തന്നെ പറയുകയും ചെയ്യാം. ഇവിടെ ഇത്തിരി ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കേണ്ടി വരും. വേറൊരു ഇതും കാണാനില്ല ഇതിനകത്ത്. അത് ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് വേറെ ഭാഗത്തൊന്നും തോന്നിയില്ല. ഇതേ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം. പിന്നെ അത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിലോട്ട് മാറ്റാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അത് ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരു ബെഡ്റൂം. കാരണം ഒരുപാട് വലിയ, കാരണം ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീടാണ്. അല്ലാണ്ട് ഒരുപാട് വലിയ ആഡംബരം എന്നുള്ള വീടല്ല. അതിനുള്ള ബഡ്ജറ്റ് ഇവർ ചോദിക്കണുള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ കട അത് അറ്റാച്ച്ഡ് ആണ്. അതിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഞാൻ കാണിച്ചു തരാം. ഇനി ഈ വീടിൻ്റെ ഈ ലൊക്കേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി പെരുമ്പാവൂർ റൂട്ട്. അതിൽ വല്ലത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു മിനിറ്റ് ഞാൻ പറയാം കേട്ടോ. കൊടുവേലിപ്പടി കൂടാലപ്പാട് ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീടിൻ്റെ ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 59 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ. 12 സെൻറ്റ് സ്ഥലം ഇത്രയുള്ള വീടും കൂടി കണ്ട. ഇതിൻ്റെ ഡൈനിങ് ഹാള് എല്ലാം കണ്ടില്ല. അത് കിച്ചൺ കണ്ട. ഇവിടെ തന്നെയാണ് അടപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കണം. ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീട്. 12 സെൻറ്റ് സ്ഥലവുമുണ്ട്. അത്യാവശ്യം സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ മോഡേൺ കിച്ചൺ ആക്കട്ടാക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ തീ കത്തിക്കാൻ അടപ്പൊക്കെ വേണമെങ്കിൽ പുറത്തോട്ട് മാറ്റാം. അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ആണെങ്കിൽ ഒരു ബാത്റൂം അതേ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ബെഡ്റൂമുണ്ട്, 3 ബാത്റൂമുണ്ട്. ഇത്രയും സെറ്റപ്പുള്ളൊരു വീടാണ്. 59 ലക്ഷം വേണ്ടി ചോദിക്കുന്നത് 12 സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി. അപ്പോൾ റൂട്ട് മനസ്സിലായാല അങ്കമാലി വല്ലം റൂട്ട്, പെരുമ്പാവൂർ റൂട്ടിൽ വല്ലത്ത് ആണ് ഈ വീടിൻ്റെ വല്ലത്ത് നിന്ന് കുറച്ചേ ഉള്ളത്. അവിടെ ബാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളെല്ലാം നിൽപ്പുണ്ട്. പിന്നെയാണെങ്കിൽ വീടിൻ്റെ മുകളിൽ ഡ്രസ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ തുണിയൊക്കെ അലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വിരിച്ചിടാം. മഴ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാറ്റ് കൊണ്ട് അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. പിന്നെ നിങ്ങൾക്ക് മുകളിലോട്ട് ഇപ്പോൾ 2 റൂം എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. ഇത്തിരി വലിയ റൂം വേണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ വീട് ഇഷ്ടമായാലും നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക.